നമസ്തേ. ഇന്ന് വളരെ ഗൗരവമായ ഒരു സംഗതിയാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിനെപ്പറ്റി നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്യും. ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലും നമ്മളെ മറ്റുള്ള ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, തിരുപ്പതി ഭഗവാനെ, തിരുപ്പതി അമ്പലത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ആ സുന്ദരമായ ലഡു വെജിറ്റേറിയൻ അല്ല, അതൊരു നോൺ വെജിറ്റേറിയൻ സാധനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായ ഈ 3 നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലഡുവിന് ഇങ്ങനെ ഒരു പരിണാമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ അറിയുക. നമ്മളെപ്പോലത്തെ സാധാരണക്കാര് ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ആ ലഡുവില് ഹിന്ദുവിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുവാൻ വേണ്ടി അതിൽ മീനിന്റെ എണ്ണ ഉപയോഗിച്ചിരിക്കുന്നു, ബീഫിന്റെ കൊഴുപ്പ് ഉപയോഗിക്കുന്നു, ലാട ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത വളരെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഇന്നത്തെ നമ്മുടെ ഈ ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അവര് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന മഹാൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിനെയും നമ്മുടെ സങ്കല്പത്തിൽ, നമ്മുടെ ഹിന്ദു സങ്കല്പത്തില് നമ്മൾ നിവേദ്യമായിട്ട് ഭഗവാന് കൊടുത്തതിന്റെ ബാക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഭഗവാൻ കഴിച്ചത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നമ്മുടെ ഹിന്ദു തയ്യാറാകണമോ വേണ്ടയോ? ഹിന്ദുക്കളുടെ കാര്യം ഒന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. നമ്മൾ ബീഫിന്റെ ഒരു ഭാഗം നമ്മുടെ ഭഗവാന് കൊടുക്കുക, നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു, അത് കഴിക്കാത്തതിന്റെ പേരിൽ അപഹസ്യപ്പെടുകയാണ്. അത് കഴിക്കാത്തവൻ ഇന്ന് ആണല്ല എന്ന് വരെ പറയുന്ന തരത്തില്, അല്ലെങ്കിൽ മനുഷ്യനല്ല എന്ന് വരെ പറയുന്ന തരത്തിൽ നമ്മുടെ കേരള നാടൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രഗത്ഭരായ ചില പ്രസ്ഥാനങ്ങളൊക്കെ റോഡിന്റെ മേലെ വെച്ച് അതിനു വേണ്ടി ബീഫിനെയൊക്കെ കൊന്നിട്ട്, ചെറിയ പശുക്കുട്ടിയൊക്കെ കൊന്നിട്ട് ഹിന്ദുവിനോടുള്ളൊരു സമരം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ഒരു അവര് നമ്മളെ ഹിന്ദു സംസ്കാരത്തിനെ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അവിടെ ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ഈ കഴിഞ്ഞ കാലം വരെ അവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഏത് മതത്തിൽപ്പെട്ടവനാണ്, അയാളുടെ ഉദ്ദേശങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി അത് പറഞ്ഞിട്ടൊരു കുഴപ്പം വേണ്ട. കാരണം ഹിന്ദുവിന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഹിന്ദു പറഞ്ഞാൽ ഹിന്ദു വർഗീയവാദിയായി. ഹിന്ദു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വർഗീയവാദിയും ഫാസിസ്റ്റും, അവൻ മറ്റുള്ള മതങ്ങളെ എല്ലാത്തിനെയും പുച്ഛിക്കുന്നവനും ഒരു വൃത്തികെട്ടവനുമായി ചിത്രീകരിക്കുന്ന ഒരു ഗതികേട് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഭൂരിപക്ഷമായ ഹിന്ദുവിന് ഒന്നും പറയാൻ സാധിക്കില്ല. അവൻ വെറും ഒരു കടലാസ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ഇന്ന് 100 കോടിയോളം വരുന്ന ഹിന്ദുവിന്റെ ആകപ്പാടെ ഹിന്ദുവിനുള്ള ഒരു ഹിന്ദു രാജ്യമാണ്. ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഹിന്ദു രാജ്യമാണ്. അവിടെ ഹിന്ദുക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല.
അവന് സ്വതന്ത്രമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിന്റെ സ്ഥിതി എവിടെ എത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് അതിന്റെ ലാബ് റിപ്പോർട്ട് വന്നു. ലാബ് റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നു ഈ സാധനങ്ങളൊക്കെ എത്ര ഉപയോഗിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്? അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിന്റെ അകത്തേക്ക് കയറി കൂടിയിരിക്കുന്ന ഭരണസമിതിയും ഭരണത്തിലുള്ള അവരും കൂടിയിട്ട് ഹിന്ദുവിനെ കൊണ്ട് മൂരി തീറ്റിക്കുക എന്നാണ് ഉദ്ദേശം. അവരത് വിജയിച്ചു. പ്രതികരിക്കാത്ത ഹിന്ദു ഇല്ലത് കൊണ്ട് അവരന്ന് വിജയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ശബരിമലയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്ത്രീകളെ കയറ്റിക്കൊണ്ട് ആ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ നോക്കി. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വരുമാനമുള്ള വലിയ ഒരു ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കിടാചലപതിയുടെ ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനെ നശിപ്പിക്കണമെന്നുള്ള ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയുടെ ഒരു തീരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. നിങ്ങൾ തിരുപ്പതിയിൽ പോയി ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ബൈബിളിനെ പറ്റിയിട്ടും ബൈബിളിലെ വചനങ്ങളെ പറ്റിയിട്ടുള്ള പല നോട്ടീസുകൾ തരുന്ന ആ മലയുടെ മുകളിൽ വെച്ച് നമുക്ക് തരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേതായാലും ചന്ദ്രബാബു നായിഡു വന്നതുകൊണ്ട് അതിലൊരു വ്യത്യാസം വന്നിരിക്കാം. എനിക്ക് അറിയുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ കർണാടകയില് ഞങ്ങൾ വീട്ടിലെടുത്ത് പണിയെടുത്തിരുന്ന കുട്ടി, പേര് ലക്ഷ്മി. പേര് കേട്ടാൽ ലക്ഷ്മി. അപ്പൊ നമ്മൾ ലക്ഷ്മി എന്താണ് വിചാരിക്കുക? ഒരു ഹിന്ദു നാമധാരിയായ ഒരു കുട്ടി. അപ്പൊ ഈ കുട്ടി ഒരു ഹിന്ദു ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അല്ല, നെഞ്ഞത്തിട്ടിരിക്കുന്നത് കുരിശ. അപ്പൊ നമുക്ക് എന്താണ് എന്ന് മനസ്സിലാകില്ല. ഇത് കുരിശിന്റെ ആളാണോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെതാണോ എന്താണെന്ന് മനസ്സിലാവില്ല. ഒരു ദിവസം ഈ കുട്ടി ഇവിടുത്തെ ജോലിയൊക്കെ നിർത്തി തിരുപ്പതിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ആന്ധ്രയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകാനില്ല കാരണം? അപ്പൊ പറഞ്ഞു, ഈ രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന ഈ ISR എന്ന് പറയുന്ന ഇദ്ദേഹം അവിടെ ഭരണത്തിൽ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കൊക്കെ ഇനി ജോലി കിട്ടും. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു, എന്താണ് തനിക്ക് കിട്ടാൻ പോകുന്ന ജോലി? താനൊന്നും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, ഇപ്പൊ എന്താ ജോലി കിട്ടാൻ? ഞങ്ങൾക്ക് തിരുപ്പതി ദേവസ്വത്തിൽ ജോലി കിട്ടും. അവനോട്, താനൊരു ക്രിസ്ത്യൻ ആണെന്നും പറയുന്നത് തനിക്ക് ഇങ്ങനെ അവിടെ ജോലി കിട്ടുക? അല്ല, അത് കിട്ടും ഞങ്ങൾക്ക് അവിടെ നോട്ടീസ് കൊടുക്കുക. കാരണം ആ കുട്ടിയുടെ നിഷ്കളങ്കതയെ കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്ഥിതിവിശേഷമുള്ളത്. ഹിന്ദുവിന്റെ അമ്പലം, ഹിന്ദുവിന്റെ ദൈവം, ഹിന്ദുക്കളാണ് അവിടെ പോകുന്നത്, ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അവിടെ പ്രാർത്ഥന നടത്തുന്ന, പൂജ നടത്തുന്ന, അതിഗംഭീരമായ പൂജകൾ 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്ന ആ ദേവസ്ഥാനത്തിലെ പൂജാരി ഇന്ന് നസറാണിയാണോ അല്ലോ ഹിന്ദുവാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിനാണ് ഉള്ളത്. അതാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഒരു ഗതികെട്ട ഒരു സ്ഥിതിവിശേഷം, അല്ലേ? അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം 370 വരെ എടുത്ത് കുപ്പത്തൊട്ടിയിലിട്ട ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്ത് അതൊരു ഹിന്ദുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ആണ് ഭരിക്കുന്നത് എന്നുള്ള വിശ്വാസമുള്ള നമുക്ക് ഇന്ന് എതിരെ ഉള്ള ഒരു നിയമം ഉണ്ടായി വരേണ്ട ഒരു കാലഘട്ടം ഇവിടെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നരേന്ദ്രമോദിജി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉള്ള ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഇത് നിയമം കൊണ്ടെങ്കിലും തടസ്സപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇനിയും നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷമായ ഇത് ഹിന്ദു എന്ന് വരെ പറയാൻ പറ്റില്ല. നാളെ രാവിലെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തത് വരെ ഒരു കുറ്റകരമായി ആകുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്.
ഹിന്ദുവിന് ഒന്നും പറയാൻ പറ്റില്ല. ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യത്തിന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഹിന്ദുവിന് പ്രാർത്ഥിക്കാൻ വരെ പറ്റുന്നില്ല. ഹിന്ദുവിന് ഒരു ക്ഷേത്രത്തിന്റെ അകത്തുള്ള പ്രസാദത്തിലൂടെ ബീഫ് തരുന്നു. ആ ദൈവത്തിന് ബീഫ് കൊടുക്കുന്നു. ആ ദൈവത്തിന് മീനെണ്ണ കൊടുക്കുന്നു. മീനിനെ അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എണ്ണയാക്കിക്കൊണ്ട് ആ മീനെണ്ണ ദൈവത്തിന്റെ അഭിഷേകത്തിന് ദൈവത്തിന് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു സ്ഥിതിവിശേഷം എവിടെ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് എന്ന് നമ്മൾ ഹിന്ദുക്കളും ചിന്തിച്ചു നോക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും ഇന്ന് രാവിലെ എണീച്ചിട്ട് ഇനി ഈ കുറിയും തൊട്ട് ജപിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ ഒന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ പോകുമോ എന്നെനിക്കൊരു ഭയം തോന്നുന്നു. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ കാലഘട്ടത്തിനൊക്കെ ഇനി ഒരു സമയമുണ്ട്. ഒരു 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 ഇനി അതിനൊക്കെ ഒരു എത്ര കാലം എന്നുള്ളത്, കാരണം 60 കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഒക്കെ ബോണസാ. പക്ഷെ വരും തലമുറയിലെ നമ്മൾ കുട്ടികളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടം നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഈ YSRനെ പോലെയും മറ്റ് ചില നേതാക്കന്മാരെ പോലെ ഇപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യം ഭരിക്കുന്നു. പക്ഷെ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കില്ല, ഈ രാജ്യത്തിലെ പ്രതിപക്ഷമായി നിൽക്കുന്നു. അവർക്ക് എങ്ങനെയും ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവർ ഓരോ സ്റ്റേറ്റിലും ഹിന്ദുവിനെതിരെ നിൽക്കുവാൻ വേണ്ടി ഓരോ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയാണെങ്കിൽ, അവിടെ നമ്മുടെ തമിഴ്നാട്ടില് സ്റ്റാലിനാണെങ്കിൽ, ആന്ധ്രയിൽ അങ്ങ് രണ്ടായി തിരിഞ്ഞു നിൽക്കുന്ന ഒന്ന് YSR റെഡ്ഡിയെ ആക്കിയിരിക്കുന്നു, ഒന്ന് കോൺഗ്രസിന്റെ തന്നെ ഒരു ഭരണം അവിടെ കിട്ടിയിരിക്കുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇനി അഥവാ കോൺഗ്രസ് വന്നാൽ കോൺഗ്രസ് തന്നെ. ഇവരെല്ലാവരും തന്നെ ഇന്ന് ഭൂരിപക്ഷമായ ഹിന്ദുവിനെതിരാണ്. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളെയും എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ ഇവർ എന്ന് തോന്നിപ്പോകുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കൾ ഓരോരുത്തരും തന്നെ ഉണരണം. നമ്മൾ ഉണർന്നുകൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുവാനുള്ള ആ ഒരു തൻ്റേടമെങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകുവാൻ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടി പോകുമോ എന്ന് സംശയം തോന്നും. ഒരുപാട് ഹിന്ദു നാമധാരികളായ, അതൊരു ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ എന്ന് മനസ്സിലാവില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ. അപ്പൊ ഒരുപാട് ഹിന്ദു നാമധാരികളായ, ഹിന്ദുവിനെതിരെ ശബ്ദമുയർത്തുന്ന, ഹിന്ദുവിനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, സാമ്പത്തിക നേട്ടത്തിനും അവരുടെ സ്വന്തമായ നേട്ടത്തിനും ഒക്കെ വേണ്ടി. അപ്പോ അതിനെതിരെ നമ്മുടെ ദേശീയതയിൽ, നമ്മൾ വിശ്വസിക്കുന്ന ദേശീയതയിൽ, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ സമാധാനത്തിനു വേണ്ടി, നമുക്ക് ഹിന്ദുക്കളായ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പൂജയും നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി എല്ലാവരും തന്നെ ഒന്നിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകണമേ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ, ഈ കഥയുടെ ഈ ലഡു എന്ന് പറയുന്ന വലിയൊരു ബോംബ് ഏതായാലും പൊട്ടിക്കഴിഞ്ഞു. ഈ പൊട്ടിക്കഴിഞ്ഞ ഈ ലഡു ബോംബിനെ പറ്റി ഇനിയും ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സംഗതികളും നമ്മുടെ ചന്ദ്രബാബു നായിഡു സാറിലൂടെ നമ്മൾ അറിയാനുണ്ട്. അതെല്ലാം വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇനിയും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമസ്തേ.